ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പേ ഒരുപാട് ജേർണൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ജേർണലാണിത്. അപ്പോൾ നമുക്ക് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞാൻ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ ജേർണൽ സെറ്റ്. ഇത് വാഷി ടേപ്പ് ഉണ്ട്, പിന്നെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ബിഗാണ് എടുക്കുന്നത്. അതെടുത്ത് കഴിഞ്ഞ് ഞാൻ ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്ന ബ്ലൂ. പിന്നെ നിങ്ങൾ ഏത് കളറാണ് ജേർണൽ ചെയ്യാൻ നേരം ഫസ്റ്റ് നിങ്ങൾ ജേർണൽ ചെയ്യുമോ എന്ന് ആദ്യമേ കമൻറ്റ് ചെയ്യും. പിന്നെ ആദ്യമായിട്ട് ചെയ്ത ജേർണലിൻ്റെ കളർ ഏതാണെന്നും കമൻറ്റ് ചെയ്യും. നിങ്ങൾ തീമിലാണോ ജേർണൽ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ബ്ലൂ ആണ് എടുത്തത്. ഞാൻ എല്ലാം 2 വീതമാണ് ചെയ്തേക്കുന്നത്. ഒരു പേപ്പറിൽ ഫുള്ളായിട്ട് വരച്ചിട്ട് 2 വെട്ടും. എന്നിട്ട് ഞാനത് കീറും. നിങ്ങൾ എങ്ങനെയാണ് ജേർണൽ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ തേച്ച പക്ഷേ ഇച്ചിരി കൂടിപ്പോയി ആ സൈഡിൽ. പിന്നെ ഞാൻ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ടും എനിക്ക് കൂടുതലാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ആ മേളിലൊട്ടിക്കാനുള്ള പേപ്പർ എടുത്ത് അതിൻ്റെ മണ്ടിയിലേക്ക് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഇതിലും ആവും. അപ്പോൾ പക്ഷേ ലഭിക്കാം. പിന്നെ നമുക്ക് 2ലും പശ ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തത് ഞാൻ താഴെയാണ് ഒട്ടിച്ചത്. പിന്നെ രണ്ടാമത്തെ ഞാൻ മേളിലുമാണ് ഒട്ടിക്കുക. എന്നാൽ നമുക്ക് അടുത്ത സാധനം എടുക്കാം. അപ്പോൾ എൻ്റെ ബോക്സൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രെയിംസ് ആകും. ഒരെണ്ണേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് തീർത്തു. ഞാനൊരു ലോങ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും. ഞാൻ സപ്ലയൻസ് ഉണ്ടാക്കുന്നതും കാണിച്ചു തരുന്നതായിരിക്കും. ഈസി ആയിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ റൈറ്റിങ്സ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ് റൈറ്റിങ്സും പിന്നെ ബുക്കിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ കീറിയെടുത്തു. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന സ്റ്റാമ്പ്സാണ്. സ്റ്റാമ്പിൽ നിന്നൊരു പേന കണക്കത്തൊരെണ്ണം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു. എനിക്കൊന്നും വരയ്ക്കാൻ കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കഴിഞ്ഞു. അടുത്തത് സ്റ്റിക്കേഴ്സാണ്. അതിൽ നിന്ന് ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് ആ ഒരു ക്യൂട്ട് പപ്പിയാണ് എടുത്തത്. ക്യൂട്ട് പപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നല്ല ക്യൂട്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു സത്യം പറയുന്നത് ഗൈസ്. എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാനത് തേച്ചൊട്ടിക്കാൻ നേരത്താണ് കാണുന്നത് ഒരു പന്നിയുടെ ഫോട്ടോ ഉള്ളതൊരെണ്ണം വന്ന് വീണു ഗൈസ്. അത് ഞാൻ സ്റ്റിക്കേഴ്സിൽ ചെയ്തതാണ്. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അടുത്ത സാധനം ഒട്ടിക്കാം. അടുത്ത സാധനം എന്ന് പറയുന്നത് വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് എനിക്ക് ഇത്രയും ഉണ്ട്. ഞാൻ എല്ലാ കളേഴ്സിലും ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലിട്ട് ക്ലൗഡിൻ്റെ ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൗസിൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനെ പലതും ഉണ്ട്. ശരിക്കും എനിക്ക് 10 ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം ഞാൻ ഫുള്ളും അങ്ങെടുത്ത് ഒട്ടിച്ചെടുത്തു. പിന്നെ അതങ്ങ് തീർന്നു. അപ്പോൾ നമ്മളെ വാഷി ടേപ്പ് അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് ഞാൻ ഒരു പിങ്കാണ് സെലക്ട് ചെയ്തത്. പിങ്ക് ഒരു പൂ കണക്കൊക്കെ ഇരിക്കുന്നൊരു സാധനം. ഇതെനിക്ക് എത്ര ശ്രമിച്ചിട്ടും വെട്ടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോസ് ചെയ്ത് ഓടിപ്പോയി വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വെട്ടിയെടുത്തു. ഇവിടെ നിന്ന് ചിരിയും എടുത്തു. ഇത് നമ്മൾ രണ്ടും ഒരിടത്ത് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ നിങ്ങൾ ജേർണൽ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ പശ നല്ലപോലെ തേക്കുന്നുണ്ട്. കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പശ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പിങ്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടി. അടുത്ത് നമ്മൾ സ്മോൾ പാറ്റേൺ പേപ്പേഴ്സാണ്. അതിൽ നിന്ന് ഞാൻ ഓറഞ്ചാണ് എടുത്തത്. പാറ്റേൺ പേപ്പേഴ്സും തീരാറായി, അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് എടുത്തത്. ഓറഞ്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ കളേഴ്സിൻ്റെ ഇങ്ക് തീർന്നു പോയി. ഇങ്ക് തീർന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇങ്ക് തീർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എൻ്റെ അത് ഇച്ചിരി ആയിപ്പോയി. കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു സ്കിൻ കളറൊക്കെ ആയിപ്പോയി. എന്തെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് എനിക്കൊരു മിസ്റ്റേക്കും കൂടെ പറ്റി. ഞാൻ ഇപ്പോൾ ചതുരത്തിൽ കീറാനുള്ളതിന് അത് ഇച്ചിരി ഷേപ്പായിപ്പോയി. അതുകൊണ്ട് ഞാൻ മേളിലെടുത്ത് ഒട്ടിച്ചു. പിന്നെ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ടേസ്റ്റി എന്നുള്ളതാണ് സെലക്ട് ചെയ്തത്.
അതൊരു ബ്ലാക്ക് വെച്ച് എഴുതിയാണ്. ബ്ലാക്കും തീരാറായിരിക്കുകയാണ്. ബ്ലാക്കും ഈ ഓറഞ്ചും ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്ലാക്ക് എല്ലാത്തിനും വേണം ബോർഡർ വരയ്ക്കാനൊക്കെ. പിന്നെ ഞാനൊരു ബുക്കിൻ്റെ ബാക്കിൽ നിന്ന് കീറിയെടുത്താണ്. നിങ്ങളുടെ ബുക്ക് വേറെ എന്തെങ്കിലും എഴുതിയ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഫണ്ണിൻ്റെയാണ് എടുത്തത്. പിന്നെ ഞാൻ ഒരു ഗ്രീൻ കളർ എടുത്ത് ആ ഫ്രെയിമിൻ്റെ അകത്ത് ക്യൂട്ട് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യൂട്ട് എന്ന് എഴുതി കഴിഞ്ഞ് നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആയി.